ഹായ്, നമസ്കാരം പ്രിയ സിനിമാ സ്നേഹികളെ. എല്ലാവർക്കും ഈ ആഴ്ചത്തെ ഫിലിം റിവ്യൂയിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ ആഴ്ച പ്രധാനമായും 2 ചിത്രങ്ങളാണ് തിയേറ്ററുകളിൽ റിലീസായിരിക്കുന്നത്. അതിലൊന്ന് മധുവിധു എന്ന ചിത്രമാണ്. രണ്ടാമത്തെ പടം കാലം പറഞ്ഞ കഥ എന്നൊരു ചിത്രമാണ്. 2026 ഏപ്രിലിൽ തിയേറ്ററുകളിൽ തരംഗമായി മാറിയ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലും തിയേറ്ററുകളിലും വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന 9.6 റേറ്റിംഗുമായി കുതിക്കുന്ന മധുവിധു എന്ന ചിത്രത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യമായി സംസാരിക്കുന്നത്. ഷറഫുദ്ദീനും കല്യാണി പണിക്കരും പ്രധാന വേഷത്തിലെത്തിയ ഈ ചിത്രം വെറുമൊരു പ്രണയകഥയല്ല, മറിച്ച് ചിരിയും ചിന്തയും നിറഞ്ഞ ഒരു ഫാമിലി പാക്കേജാണ്. സ്ത്രീകൾ അധികകാലം വാഴില്ലെന്ന ശാപം നിലനിൽക്കുന്ന ആഞ്ഞിലിമുട്ടിൽ തറവാടിനെ ചുറ്റിയാണ് കഥ നടക്കുന്നത്. അവിടെയുള്ള പുരുഷന്മാരുടെ ഇടയിലേക്ക് അമൃതരാജ് എന്ന കഥാപാത്രം വരികയാണ്. ഷറഫുദ്ദീനാണ് ആ കഥാപാത്രമായി വേഷമിട്ടിരിക്കുന്നത്. ഒരു പെണ്ണിനെ കൊണ്ടുവരാൻ നടത്തുന്ന ശ്രമങ്ങളാണ് സിനിമയുടെ ആദ്യ പകുതി എന്ന് പറയുന്നത്. സ്നേഹ എന്ന കഥാപാത്രം കല്യാണി പണിക്കരാണ് ആ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. ആ പെൺകുട്ടിയുമായി അയാൾ പ്രണയത്തിലാകുകയാണ്. വിവാഹം നടക്കുമോ എന്ന ആശങ്കയ്ക്കിടയിൽ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ഒരു ട്വിസ്റ്റ് സിനിമയെ തികച്ചും വ്യത്യസ്തമായ ഒരു ട്രാക്കിലേക്ക് മാറ്റുകയാണ്. മധുവിധു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രണയ നിമിഷങ്ങൾക്കപ്പുറം കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകളും അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളുമാണ് രണ്ടാം പകുതി പങ്കുവയ്ക്കുന്നത്. നവാഗതനായ വിഷ്ണു അരവിന്ദാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒരു കൊച്ചു പ്ലോട്ടിനെ എങ്ങനെ മനോഹരമായി ലാർജർ ദാൻ ലൈഫായി അവതരിപ്പിക്കാം എന്ന് അദ്ദേഹം കാണിച്ചു തന്നു. പഴയകാല മലയാള സിനിമകളുടെ ആത്മാവ് നഷ്ടപ്പെടാതെ തന്നെ ആധുനികമായ മേക്കിംഗ് രീതി അദ്ദേഹം അവലംബിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ. സിനിമയുടെ കളർ ടോണും ഫ്രെയിമുകളും അത്രയും കളർഫുള്ളാണ്. നിർമ്മാണത്തിലേക്ക് വന്നാൽ വിനായക അജിത്താണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. വലിയ ക്യാൻവാസിൽ മികച്ച ക്വാളിറ്റിയോടെ ചിത്രം പുറത്തിറക്കാനായിട്ട് നിർമ്മാതാക്കൾക്ക് സാധിച്ചിട്ടുണ്ട്. അഭിനയ പ്രകടനങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ അമൃതരാജ് എന്ന കഥാപാത്രമായി ഷറഫുദ്ദീൻ ജീവിക്കുകയായിരുന്നു. കോമഡി ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ വീണ്ടും അദ്ദേഹം നമ്മളെയൊക്കെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. വൈകാരികമായ രംഗങ്ങളിലും ഷറഫുദ്ദീൻ പക്വത കാണിച്ചിരിക്കുകയാണ്. ബിന്ദു പണിക്കരുടെ മകൾ എന്ന നിലയിലുള്ള വലിയ പ്രതീക്ഷകളുമായാണ് കല്യാണി എത്തിയിരിക്കുന്നത്. എന്നാൽ ആദ്യ സിനിമയാണെന്ന യാതൊരു പേടിയുമില്ലാതെ വളരെ ബോൾഡായ ഒരു പ്രകടനമാണ് കല്യാണി കാഴ്ചവെച്ചിരിക്കുന്നത്. അമ്മയുടെ ആ ഒരു പ്രതിഭ കല്യാണിയിലും ഉണ്ടെന്ന് ഈ ചിത്രം തെളിയിക്കുകയാണ്. സപ്പോർട്ടിംഗ് കാസ്റ്റായിട്ട് വന്ന ജഗദീഷ്, സായികുമാർ എന്നിവരുടെ പ്രകടനം സിനിമയുടെ നെടുംതൂണാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് അസീസ് നെടുമങ്ങാടിൻ്റെ കൗണ്ടറുകൾ തിയേറ്ററിൽ വലിയ രീതിയിൽ ചിരി പടർത്തുന്നുണ്ട്. സാങ്കേതിക വശങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഹിഷാം അബ്ദുൽ വഹാബിൻ്റെ സംഗീതം സിനിമയുടെ മൂഡിന് തന്നെ അനുയോജ്യമാണ്. പാട്ടുകൾ ഇതിനോടകം തന്നെ ചാർട്ട് ബസ്റ്ററുകളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. 2 മണിക്കൂർ 5 മിനിറ്റ് ദൈർഘ്യമുള്ള സിനിമയിൽ എഡിറ്റിംഗ് വളരെ കൃത്യമാണ്. ഒരിടത്തും വിരസത അനുഭവപ്പെടുന്നില്ല എന്നതാണ് ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത. മൊത്തത്തിൽ സിനിമയുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സും നോക്കുകയാണെങ്കിൽ മികച്ച കോമഡിയുണ്ട്. കുടുംബ ബന്ധങ്ങളുടെ ആഴമാണ് അതിൽ പ്രതിപാദിക്കുന്നത്. ക്ലീൻ യു സർട്ടിഫിക്കറ്റ് ലഭിച്ച ഒരു പടമാണ്. അതുകൊണ്ട് കുടുംബത്തോടൊപ്പം ധൈര്യമായി കാണാവുന്ന ഒരു ചിത്രമാണ്. നെഗറ്റീവ്സ് നോക്കുവാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ കഥാപരമായ ക്ലീശകൾ അനുഭവപ്പെട്ടേക്കാം. എങ്കിലും അവതരണ ശൈലി അതിനെ മറികടക്കുകയാണ്. ചുരുക്കത്തിൽ 2026 ഏറ്റവും മികച്ച എൻ്റർടൈനറുകളിൽ ഒന്നാണ് മധുവിധു എന്ന് പറയുന്നതിൽ തെറ്റില്ല. തികച്ചും പോസിറ്റീവായ ഒരു വൈബ് നൽകുന്ന ഈ ചിത്രം തിയേറ്ററിൽ തന്നെ പോയി കണ്ട് അനുഭവിക്കേണ്ട ഒന്നാണ്. വലിയ അവകാശവാദങ്ങളില്ലാതെ വന്നിട്ട് പ്രേക്ഷകരുടെ മനം കവർന്ന ഈ മധുവിധു എന്ന ചിത്രം എല്ലാവരും ഒന്ന് കാണേണ്ടതാണ്. നമുക്ക് അടുത്തതായിട്ട് ഏപ്രിൽ 24 പുറത്തിറങ്ങിയ കാലം പറഞ്ഞ കഥ എന്നൊരു സിനിമ കൂടിയുണ്ട്. കേരളത്തെ നടുക്കിയ യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി ഒരുക്കിയ മികച്ചൊരു ക്രൈം ത്രില്ലറാണ് ഈ ഒരു സിനിമ. പ്രസാദ് മൂർനാട് സംവിധാനം ചെയ്ത ഈ ചിത്രം കുറ്റകൃത്യങ്ങളുടെ പിന്നിലെ മനഃശാസ്ത്രപരമായ കാരണങ്ങളിലേക്കും സാമൂഹിക സമ്മർദ്ദങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നു. കേരളത്തിലെ ഒരു നഗരത്തെ നടുക്കുന്ന 6 കൊലപാതകങ്ങളെ ചുറ്റിപ്പറ്റിയാണ് സിനിമയുടെ പ്രമേയം എന്ന് പറയുന്നത്. പട്ടാപ്പകൽ നടക്കുന്ന ഈ ക്രൂരമായ കൊലപാതകങ്ങൾ ചെയ്തത് ഒരു യുവാവാണെന്ന് തിരിച്ചറിയുന്നിടത്തു നിന്നാണ്
ഈ കഥ വികസിക്കുന്നത്. അയാൾ എന്തുകൊണ്ട് ഈ ക്രൂരതയിലേക്ക് നയിക്കപ്പെട്ടു? ഒരു സാധാരണക്കാരൻ ഒരു കൊലയാളിയായി മാറുന്നതിന് പിന്നിലെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് 2 മണിക്കൂർ 19 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ചിത്രം നൽകുന്നത്. പ്രമേയവും തിരക്കഥയും നോക്കുവാണെങ്കിൽ കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടിയുടെ രചനയിൽ പിറന്ന ഈ ചിത്രം വെറുമൊരു കൊലപാതക കഥയല്ല, മറിച്ച് കുറ്റവാളിയുടെ മാനസികാവസ്ഥയെയും അയാൾ നേരിടേണ്ടി വരുന്ന ജീവിത സാഹചര്യങ്ങളെയും വ്യക്തമായി വിശകലനം ചെയ്യുന്ന ഒരു സിനിമയാണ്. അതിജീവനവും കുറ്റബോധവും അതിൻ്റെ പ്രത്യാഘാതങ്ങളും ചിത്രത്തിൽ മനോഹരമായി കോർത്തിണക്കിയിട്ടുണ്ട്. പ്രകടനങ്ങൾ നോക്കുവാണെങ്കിൽ മലയാളത്തിലെ പരിചിത മുഖങ്ങളായ നിഷ സാരംഗ്, ജയൻ ചേർത്തല, ശിവജി ഗുരുവായൂർ, അരിസ്റ്റോ സുരേഷ്, കൊല്ലം തുളസി എന്നിവരാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. അവർ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. കഥാപാത്രങ്ങളുടെ വൈകാരിക തലങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ ഓരോ അഭിനേതാക്കളും വിജയിച്ചു എന്ന് വേണം പറയാൻ. സംവിധാനവും സാങ്കേതിക വശങ്ങളും നോക്കുവാണെങ്കിൽ പ്രസാദ് നൂർനാടിൻ്റെ സംവിധാനം ചിത്രത്തിൻ്റെ ഗൗരവം നിലനിർത്താനായിട്ട് സഹായിച്ചിരിക്കുകയാണ്. അജയ് രവി ഒരുക്കിയ പശ്ചാത്തല സംഗീതം ചിത്രത്തിൻ്റെ മൂഡിന് അനുയോജ്യമാണ് എന്ന് പറയാം. ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായതിനാൽ തന്നെ സസ്പെൻസ് നിലനിർത്തുന്നതിൽ എഡിറ്റിങ്ങും ക്യാമറയും വലിയ പങ്കാണ് വഹിച്ചിരിക്കുന്നത്. പോസിറ്റീവ് വശങ്ങൾ നോക്കുവാണെങ്കിൽ യഥാർത്ഥ അനുഭവങ്ങളെ ആസ്പദമാക്കിയുള്ള അവതരണമാണ്. കഥയ്ക്ക് കൂടുതൽ മിഴിവും ആധികാരികതയും നൽകുന്നുണ്ട്. സാമൂഹിക പ്രസക്തിയുണ്ട്. കുറ്റകൃത്യങ്ങൾക്ക് പിന്നിലെ സാമൂഹിക കാരണങ്ങളെ ചിത്രം തുറന്നു കാട്ടുകയാണിവിടെ. അഭിനേതാക്കളുടെ പ്രകടനം നോക്കുവാണെങ്കിൽ വലിയ താരങ്ങൾ ഇല്ലെങ്കിലും കഥാപാത്രങ്ങളെ ജീവസുറ്റതാക്കാൻ എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ട്. നെഗറ്റീവ് വശങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ തീവ്രതയാണ് ഇതിൻ്റെ പ്രത്യേകത. വയലൻസ് രംഗങ്ങൾ ഉൾപ്പെടുന്നതിനാൽ UA സർട്ടിഫിക്കറ്റാണ് ലഭിച്ചിരിക്കുന്നത്. അതിനാൽ കുട്ടികൾക്കൊപ്പം കാണാൻ ചിലർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നാം. വേഗത നോക്കുവാണെങ്കിൽ 2ാം പകുതിയിൽ ചിലയിടങ്ങളിൽ കഥയുടെ ഒഴുക്കിന് ചെറിയ വേഗത കുറവ് അനുഭവപ്പെട്ടേക്കാം. ഒരു അവസാന വിധി ഫൈനൽ വെർഡിക്റ്റ് നോക്കുവാണെങ്കിൽ റേറ്റിംഗ് 8.8 ആണ് ഇതിന് പ്രേക്ഷകർ നൽകിയിരിക്കുന്നത്. ഒരു നല്ല ക്രൈം ത്രില്ലർ കാണാൻ ആഗ്രഹിക്കുന്നവർക്കും കുറ്റാന്വേഷണ കഥകളോട് താല്പര്യമുള്ളവർക്കും തീർച്ചയായും തിയേറ്ററിൽ പോയി കാണാവുന്ന ചിത്രമാണ് കാലം പറഞ്ഞ കഥ. കാലം പറയാൻ ബാക്കി വെച്ച ചില കൈപ്പേറിയ സത്യങ്ങളാണ് ഈ സിനിമയിലൂടെ നമുക്ക് മുന്നിലെത്തുന്നത്. നിങ്ങൾ ഈ ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞോ? അതോ കാണാൻ ഏത് ചിത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തയാഴ്ച പുതിയ സിനിമാ വിശേഷങ്ങളുമായി കാണുന്നതുവരെ ദിസ് ഈസ് പ്രവീൺ ശ്രീതങ്കം. ടേക്ക് കെയർ. ബൈ ബൈ.